പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവർണൻസിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ക്ലാസ്സിലെ 4ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചും ഒക്കെ പഠിച്ചു. ഇന്ത്യയിൽ ത്രിതല ദുരന്ത നിവാരണ ഘടകങ്ങളാണുള്ളത്, ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളാണുള്ളതെന്ന് നമുക്കറിയാം. അതിൽ 2 പഠിച്ചു. ഇനി അവസാനത്തെ ഒരെണ്ണം കൂടി പഠിക്കാനുള്ളൂ അല്ലേ? യെസ്. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 25 മുതൽ 34 വരെ. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ 4ാമത്തെ അധ്യായം. 2ാമത്തെ അധ്യായത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് 3 തൊട്ട് 13 വരെ. 3ാമത്തെ അധ്യായത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പറയുന്നു 14ാമത്തെ വകുപ്പ് മുതൽ 24ാമത്തെ വകുപ്പ് വരെ. അതിൽ 11 വകുപ്പുകൾ ഇതുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്ന 4ാമത്തെ അധ്യായം വകുപ്പ് 25 മുതൽ 34 വരെ, മൊത്തം 10 വകുപ്പുകൾ. കേരളത്തിൽ ആദ്യമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് 2016 മാർച്ച് 5-ാം തീയതി. ഏത് വകുപ്പ് പ്രകാരം? ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 25/1 പ്രകാരം. 25/1 പ്രകാരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടെയായ ജില്ലാ കളക്ടർ ആയിരിക്കും. ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടെയായ ജില്ലാ കളക്ടർ ആയിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ചെയർമാൻ ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടെയായ ജില്ലാ കളക്ടർ. വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ജില്ലാ കളക്ടറുടെ ചുമതല എന്താണ്? ദുരന്തമുഖത്ത് പ്രവർത്തിക്കുവാൻ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, പബ്ലിക് റിലേഷൻസ് വിഭാഗം, വനം, പൊതുമരാമത്ത് വകുപ്പുകളെ ഏകോപിപ്പിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരന്ത നിവാരണം നടത്തുകയാണ് ആരുടെ ചുമതല? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടറുടെ ചുമതല, ഏകോപന ചുമതല. സംസ്ഥാന തലത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കർമ്മ പദ്ധതി, പ്ലാൻ തയ്യാറാക്കുക ദുരന്ത നിവാരണത്തിന് വേണ്ടി. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക, അവ ഏകോപിപ്പിക്കുക. കാരണം ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച മാത്രം പോരാ, അവിടെ മറ്റു വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട്, ആരോഗ്യ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഏകോപനം നടത്തുക. അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത് പബ്ലിക് റിലേഷൻസ് വകുപ്പിനെ അറിയിക്കുക. അല്ലെങ്കിൽ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് അറിയിച്ചില്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവാം അല്ലെ. ആധികാരികമായ വിവരങ്ങൾ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തറിയിക്കുക. സമിതിയിൽ പ്രാദേശിക നിയമസഭാംഗങ്ങളും ഉൾപ്പെടുന്നു എന്നത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. അതായത് ഒരു ജില്ലയിലെ എത്ര നിയമസഭാംഗങ്ങളുണ്ടോ അവരെല്ലാവരും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളാണ്. സമിതിയിൽ പ്രാദേശിക നിയമസഭാംഗങ്ങളും ഉൾപ്പെടും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 25 മുതൽ 34 വരെ. 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 4ാമത്തെ അധ്യായം. കേരളത്തിൽ ആദ്യമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിച്ചത് 2016 മാർച്ച് 5-ാം തീയതി 25/1 എന്ന വകുപ്പ് പ്രകാരം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടെയായ ജില്ലാ കളക്ടറാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ കളക്ടറുടെ ചുമതല ദുരന്തമുഖത്ത് പ്രവർത്തിക്കുവാൻ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, പബ്ലിക് റിലേഷൻസ്, വനം, പൊതുമരാമത്ത് വകുപ്പുകളെ ഏകോപിപ്പിക്കുക. സംസ്ഥാന തലത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കേണ്ടതും ആരുടെ ജോലിയാണ്? ജില്ലാ കളക്ടറുടെ ജോലിയാണ്, അല്ലെങ്കിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കേണ്ടതും ഏകോപിപ്പിക്കേണ്ടതും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ പ്രാദേശിക നിയമസഭാംഗങ്ങൾ എല്ലാവരും ഉൾപ്പെടുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇനി പറയുന്നു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ. കാലവർഷവും തുലാവർഷവുമാണ് കേരളത്തിൽ മഴ ലഭിക്കുന്ന പ്രധാന 2 കാലഘട്ടം. വേനൽക്കാലത്ത് മഴ കിട്ടുമെങ്കിലും അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത മഴയായിരിക്കാം. ഓക്കെ. കാലവർഷ, തുലാവർഷ തയ്യാറെടുപ്പുകളുടെ അവലോകനത്തിനായി ജൂൺ 1 മുമ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. കാരണം ജൂൺ 1 കാലവർഷം എത്തിച്ചേരും, അല്ലെങ്കിൽ ഇടവപ്പാതി എത്തിച്ചേരുമെന്നാണ് കണക്ക്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇടവപ്പാതി അഥവാ കാലവർഷം അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഒക്ടോബറിൽ അതിശക്തമായ ചൂട് ആദ്യ 2 ആഴ്ചയിൽ ഉണ്ടാവും. ഒക്ടോബർ പാതിക്ക് ശേഷം എന്തുണ്ടാവും? യെസ്, വടക്കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം ആരംഭിക്കും. അപ്പോൾ തുടർച്ചയായ ഒരു മഴ കാലഘട്ടമാണ്
അല്ലേ? ജൂൺ മുതൽ ഏകദേശം നവംബർ വരെ. അതിന്റെ ഇടയ്ക്ക് ഒക്ടോബറിൽ ആദ്യത്തെ 2 ആഴ്ച മാത്രം കുറച്ച് ചൂടുണ്ടാവും. ഇത് ഒക്ടോബർ ചൂടെന്നൊക്കെ അറിയപ്പെടും, നിങ്ങൾക്കറിയാം. അപ്പോൾ ജൂൺ 1 മുമ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ദുരന്തമുണ്ടായാൽ ജില്ലാതലത്തിൽ ഒരു കൺട്രോൾ റൂം സ്ഥാപിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കും. എവിടെയാണ് കൺട്രോൾ റൂം സ്ഥാപിക്കേണ്ടത് എന്ന രീതിയിൽ. മിക്കവാറും കളക്ടർ ഓഫീസുകളിലായിരിക്കും എന്ത് ചെയ്യുക, കൺട്രോൾ റൂം സംഘടിപ്പിക്കുക കേട്ടോ. വൈദ്യസഹായം ഏകോപിപ്പിക്കുന്നു. പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നു. ശരിയായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങളുമായി ഇടപഴകുന്നു. ദുരന്ത മുന്നറിയിപ്പ്, പൊതുജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശം എന്നിവ എത്തിക്കുന്നത് ജില്ലാ അതോറിറ്റിയാണ്. അതിന്റെ ചുമതല വഹിക്കുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടെയായ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കാലവർഷ തുലാവർഷ തയ്യാറെടുപ്പുകളുടെ അവലോകനത്തിനായി ജൂൺ 1 മുമ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ദുരന്തമുണ്ടായാൽ ജില്ലാതലത്തിൽ ഒരു കൺട്രോൾ റൂം സ്ഥാപിക്കുന്നു. വൈദ്യസഹായം ഏകോപിപ്പിക്കുന്നു. പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നു. ശരിയായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങളുമായി ഇടപഴകുന്നു. ദുരന്ത മുന്നറിയിപ്പ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്നിവ എത്തിക്കുന്നത് ജില്ലാ അതോറിറ്റിയാണ്. അതിന്റെ ചുമതല നിർവഹിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള വ്യക്തി. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആരാണ്? ജില്ലാ കളക്ടറാണ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ആരാണ്? യെസ്, ഡെപ്യൂട്ടി കളക്ടർ. ഓർമ്മിച്ചേക്കാമോ? യെസ്. ദുരന്ത നിവാരണം തദ്ദേശീയ തലത്തിൽ 3 ദുരന്ത നിവാരണ അതോറിറ്റികളാണ് 2005 ദുരന്ത നിവാരണ നിയമത്തിൽ പറയുന്നത്, അല്ലെ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യായം 2, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യായം 3, പിന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യായം 4. ഇത് കൂടാതെ ജില്ലാതല പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും പ്രവൃത്തി പദത്തിലെത്തിക്കുന്നതിനും പ്രാദേശിക ദുരന്ത നിവാരണ അതോറിറ്റികൾ നിലവിലുണ്ട്, അഥവാ തദ്ദേശീയ ദുരന്ത നിവാരണം. അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് 6ാമത്തെ അധ്യായം 41ാമത്തെ വകുപ്പ്. ആൾറെഡി നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വീണ്ടും ഓർമ്മിപ്പിച്ചതാണ്, അല്ലെ? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുരന്ത നിവാരണം തദ്ദേശീയ തലത്തിൽ പ്രാദേശിക തലത്തിൽ പരാമർശിക്കുന്ന വകുപ്പ് 41, അധ്യായം 6. ദുരന്ത നിവാരണ നിയമത്തിൽ കുറ്റവും ശിക്ഷയും പിഴയും പ്രതിപാദിക്കുന്ന വകുപ്പ് 55 മുതൽ 60 വരെ, അഥവാ ദുരന്ത നിവാരണ നിയമത്തിലെ അധ്യായം 10. ആകെ എത്ര അധ്യായങ്ങളുണ്ടടാ? യെസ്, 11 അധ്യായങ്ങളും 79 വകുപ്പുകളും, അല്ലെ? അപ്പോൾ കുറ്റവും പിഴയും ശിക്ഷയും പരാമർശിക്കുന്നത് 10ാമത്തെ അധ്യായത്തിൽ 55 മുതൽ 60 വരെയുള്ള വകുപ്പുകളിലാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രം നമ്മൾക്ക് അവിടെ മതി. ഇതിന്റെ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ദുരന്ത നിവാരണം തദ്ദേശീയ തലത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് 41, അധ്യായം 6. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കുറ്റവും ശിക്ഷയും പിഴയും പരാമർശിക്കുന്ന 55 മുതൽ 60 വരെയുള്ള വകുപ്പുകൾ ദുരന്ത നിവാരണ നിയമത്തിലെ 10ാമത്തെ അധ്യായത്തിലാണ് കുറ്റവും ശിക്ഷയും പിഴയും പരാമർശിക്കുക. ഇനി നമ്മൾ പറയുന്നത് മുന്നറിയിപ്പുകളെ കുറിച്ചാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? യെസ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 25 മുതൽ 34 വരെ. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ അധ്യായം 4. കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ചത് 2016 മാർച്ച് മാസം 5-ാം തീയതി. വകുപ്പ് 25/1 പ്രകാരം ചെയർമാൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടെയായ ജില്ലാ കളക്ടർ ആയിരിക്കും. വൈസ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ജില്ലാ കളക്ടറുടെ ചുമതല നിർവഹിക്കുന്നത് ജില്ലാ കളക്ടറുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ദുരന്തമുഖത്ത് പ്രവർത്തിക്കുവാൻ, അതായത് ജില്ലാതലത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, പബ്ലിക് റിലേഷൻസ്, വനം, പൊതുമരാമത്ത് എന്നീ വകുപ്പുകളെ ഏകോപിപ്പിക്കുക. സംസ്ഥാന തലത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കേണ്ടത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുക, ഏകോപിപ്പിക്കുക എന്നിവയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയാണ്. സമിതിയിൽ പ്രാദേശിക നിയമസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കാലവർഷ തുലാവർഷ തയ്യാറെടുപ്പുകളുടെ അവലോകനത്തിനായി ജൂൺ 1 മുമ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ദുരന്തമുണ്ടായാൽ ജില്ലാതലത്തിൽ കൺട്രോൾ റൂം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നു. മുൻകൂട്ടി തീരുമാനിച്ചു വെക്കും എവിടെയായിരിക്കും കൺട്രോൾ റൂം. മിക്കവാറും ജില്ലാ കളക്ടറേറ്റ് ഓഫീസിൽ തന്നെയായിരിക്കും കൺട്രോൾ റൂം സ്ഥാപിക്കുക. പിന്നെ പ്രാദേശിക കൺട്രോൾ റൂമുകൾ എവിടെയായിരിക്കും? താലൂക്ക് അടിസ്ഥാനത്തിൽ തഹസിൽദാരുടെ ഓഫീസിലുമായിരിക്കും. വൈദ്യസഹായം ഏകോപിപ്പിക്കുന്നു. പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നു. ശരിയായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് മാധ്യമങ്ങളുമായി ഇടപഴകുന്നു.
ദുരന്ത മുന്നറിയിപ്പ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എത്തിക്കുന്നത് ജില്ലാ അതോറിറ്റിയാണ്. ജില്ലാ അതോറിറ്റിയിൽ അതിന്റെ ചുമതല നിർവഹിക്കുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടെയായ ഡെപ്യൂട്ടി കളക്ടറാണ്. ദുരന്ത നിവാരണം തദ്ദേശീയ തലത്തിൽ പരാമർശിക്കുന്ന വകുപ്പ് 41 അധ്യായം 6. കുറ്റവും ശിക്ഷയും പിഴയും പരാമർശിക്കുന്നത് വകുപ്പ് 55 മുതൽ 60 വരെയാണ് അധ്യായം 10. ഇനി നമ്മൾ മുന്നറിയിപ്പുകളെ കുറിച്ച് പഠിക്കുകയാണ്. ആദ്യം മഴ മുന്നറിയിപ്പുകൾ. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും സർവ്വസാധാരണമായത് മഴ മുന്നറിയിപ്പാണ്. പക്ഷെ അവിടെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പറുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ നമ്പറുകൾ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കൃത്യമായി എഴുതുവാനായിട്ട് കഴിയും. ആ നമ്പറുകൾ മനസ്സിലില്ലെങ്കിൽ ആൻസർ തെറ്റുവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമ്പറുകൾക്കാണ് പ്രാധാന്യം. തുടങ്ങിയാലോ? യെസ്. മഴ മുന്നറിയിപ്പുകൾ. ശക്തമായ മഴ, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, മേഘസ്ഫോടനം, ഉഷ്ണതരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നത് സംസ്ഥാന കാലാവസ്ഥാ വകുപ്പല്ല. പ്രത്യേകിച്ച് ഓർമ്മിക്കുക, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ആരാണ് മുന്നറിയിപ്പ് നൽകുന്നത്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. ശക്തമായ മഴ, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, മേഘവിസ്ഫോടനം, ഉഷ്ണതരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. ഇനി നമുക്ക് അലർട്ടുകളിലേക്ക് പോകാം. വൈറ്റ് അലർട്ട്. സാധാരണ മഴ മുന്നറിയിപ്പ് നിങ്ങൾ സ്ഥിരം ടി വിയിലൊക്കെ കാണുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. അവിടെ വൈറ്റ് അലർട്ട് എന്ന് നിങ്ങൾ കേൾക്കാറില്ല. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ വൈറ്റ് അലർട്ടോടെ പഠിക്കണം കേട്ടോ. 2.5 മുതൽ 15.5 മില്ലിമീറ്റർ വരെയാണ് മഴയെങ്കിൽ അത് വൈറ്റ് അലർട്ട് എന്നാണ് പറയുക. സാധാരണ അത് മുന്നറിയിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. സാധാരണ നിലയിലുള്ള മഴയാണ്, ചാറ്റൽ മഴയാണ്, സർവ്വസാധാരണമായ മഴ. 2.5 മുതൽ 15.5 മില്ലിമീറ്റർ വരെ, അതായത് 1.5 സെന്റിമീറ്റർ വരെ എന്നർത്ഥം. 10 മില്ലിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ. ഒരു ദിവസം 24 മണിക്കൂറിനിടെ നമുക്ക് 1.5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് സാധാരണ മഴയല്ലേ, മുന്നറിയിപ്പിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് വൈറ്റ് അലർട്ട് എന്ന് പറയുന്നത് ചാറ്റൽ മഴ ഉള്ളപ്പോഴാണ്, അതായത് സാധാരണ നിലയിലുള്ള മഴയായി കരുതാം. ഇനി ഗ്രീൻ അലർട്ട്. ഗ്രീൻ അലർട്ടിൽ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒന്നുമില്ല, എന്നാൽ മഴ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. 15.6 മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴയാണെങ്കിൽ, അതായത് ഏകദേശം 1.5 സെന്റിമീറ്റർ മുതൽ 6.4 സെന്റിമീറ്റർ വരെ, 6.4 സെന്റിമീറ്റർ വരെ 24 മണിക്കൂറിനുള്ളിൽ മഴ ലഭിക്കുകയാണെങ്കിൽ അത് ഗ്രീൻ അലർട്ടാണ്. മിതമായ മഴയാണ്. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം ഇല്ല. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഓക്കെ, അപ്പോൾ വൈറ്റ് അലർട്ട് ആണെങ്കിലും അത് ചാറ്റൽ മഴയാണ്. ഗ്രീൻ അലർട്ട് ആണെങ്കിൽ അത്യാവശ്യം മഴ പെയ്യും, പക്ഷെ ജാഗ്രത പാലിക്കേണ്ട ആവശ്യമില്ല. ഇനി യെല്ലോ അലർട്ട്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ യെല്ലോ അലർട്ട്. അതായത് ഏകദേശം 6.5 സെന്റിമീറ്റർ തൊട്ട് 11.5 സെന്റിമീറ്റർ വരെ 24 മണിക്കൂർ മഴ ലഭിക്കും. അതിന്റെ അർത്ഥം അവിടെ ശക്തമായ മഴ പെയ്യുമെന്നാണ്. ശക്തമായ മഴ. കാലാവസ്ഥയെ കരുതലോടെ വീക്ഷിക്കണം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എങ്കിലും മഴ കൂടിയാലോ എന്ന രീതിയിൽ നിരീക്ഷിക്കണം. എന്നാൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം. ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല. അപ്പോൾ 3 അലർട്ട് നമ്മൾ പഠിച്ചു: വൈറ്റ്, ഗ്രീന്, യെല്ലോ. ഇനി ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. ഇത് 3ഉം ഒന്നുകൂടെ ഉറപ്പിച്ചിട്ട്. അപ്പോൾ ചാറ്റൽ മഴയാണെങ്കിൽ അവിടെ വൈറ്റ് അലർട്ട് ആയിരിക്കും. മിതമായ മഴയാണെങ്കിൽ എന്തായിരിക്കും? ഗ്രീൻ അലർട്ട് ആയിരിക്കും. ശക്തമായ മഴയാണെങ്കിൽ യെല്ലോ അലർട്ട് ആയിരിക്കും. ശക്തമായ മഴയാണെങ്കിൽ യെല്ലോ അലർട്ട്. ആ വാക്കുകളാണ് നമുക്ക് വേണ്ടേ. ചാറ്റൽ മഴയാണെങ്കിൽ വൈറ്റ് അലർട്ട്, മിതമായ മഴയാണെങ്കിൽ ഗ്രീൻ അലർട്ട്, ശക്തമായ മഴയാണെങ്കിൽ യെല്ലോ അലർട്ട്. വൈറ്റ് അലർട്ട് 2.5 മുതൽ 15.5 മില്ലിമീറ്റർ വരെ. ചാറ്റൽ മഴ സാധാരണ നിലയിലുള്ള മഴയായി കരുതാം. ഗ്രീൻ അലർട്ട് 15.6 മുതൽ 64.4 മില്ലിമീറ്റർ വരെ. മിതമായ മഴയാണ്. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലുമില്ല. യെല്ലോ അലർട്ട് 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴ. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം, എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. അടുത്ത് പറയുന്നു ഓറഞ്ച് അലർട്ട്. 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ. 115.6 മുതൽ
115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ. അതായത് ഏകദേശം 11.5 സെന്റിമീറ്റർ തൊട്ട് 20 സെന്റിമീറ്റർ വരെ അർത്ഥം അല്ലേ. അതിശക്തമായ മഴ, അതിശക്തമായ മഴയ്ക്കാണ് എന്ത് ഓറഞ്ച് അലർട്ട്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്, സുരക്ഷാ തയ്യാറെടുപ്പ് തുടങ്ങണം. ഓക്കെ, അതീവ ജാഗ്രത മുന്നറിയിപ്പ്, സുരക്ഷാ തയ്യാറെടുപ്പ് തുടങ്ങണം. റെഡ് അലർട്ട് 204.5 മില്ലിമീറ്ററിനേക്കാൾ എത്ര കൂടുതലാണെങ്കിലും അത് റെഡ് അലർട്ട് ആയിരിക്കും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 204.5 മില്ലിമീറ്റർ അഥവാ 20.45 സെന്റിമീറ്ററിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിതീവ്ര മഴയാണ്. അതിതീവ്ര മഴ, ശക്തമായ മഴ, അതിശക്തമായ മഴ, അതിതീവ്ര മഴ. അതിതീവ്ര മഴയ്ക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുക. കർശനമായ സുരക്ഷാ നടപടി സ്വീകരിക്കണം. ദുരന്ത സാധ്യതയുള്ള മേഖലയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. ദുരന്ത സാധ്യത മേഖല അതൊക്കെ ആര് പരിശോധിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. ജില്ലാതലമാണെങ്കിലും സംസ്ഥാന തലമാണെങ്കിലും അത് ആൾറെഡി പരിശോധിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത്തരം ഭൂപ്രദേശങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം? സുരക്ഷിതമായ സ്ഥലത്തേക്ക് ജനങ്ങളെ മാറ്റണം. അപ്പോൾ റെഡ് അലർട്ട് 204.5 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യം, അതിതീവ്ര മഴയാണ് ഉണ്ടാവുക. കർശനമായ സുരക്ഷാ നടപടി സ്വീകരിക്കണം. ദുരന്ത സാധ്യത മേഖലകളിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. ഇപ്പോൾ നദികളുടെ കൈവഴി തീരപ്രദേശത്ത് താമസിക്കുന്നവര്, കായലിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവര്, കടലിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ, മഴ കൂടിക്കഴിഞ്ഞാൽ കടലാക്രമണം ഉണ്ടാവും. ഇത്തരം ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടതുണ്ട്. ക്ലിയർ? മറക്കില്ലല്ലോ. യെസ്, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴ. അപ്പൊ ചാറ്റൽ മഴയുണ്ട്, മിതമായ മഴയുണ്ട്, ശക്തമായ മഴയുണ്ട്, അതിശക്തമായ മഴയുണ്ട്, അതിതീവ്ര മഴയുണ്ട്. ഈ 5ഉം പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാ. ചാറ്റൽ മഴ, മിതമായ മഴ, ശക്തമായ മഴ, അതിശക്തമായ മഴ, അതിതീവ്ര മഴ. ചാറ്റൽ മഴയാണെങ്കിൽ വൈറ്റ് അലർട്ട്, മിതമായ മഴയാണെങ്കിൽ ഗ്രീൻ അലർട്ട്, ശക്തമായ മഴയാണെങ്കിൽ യെല്ലോ അലർട്ട്, അതിശക്തമായ മഴയാണെങ്കിൽ ഓറഞ്ച് അലർട്ട്, അതിതീവ്ര മഴയാണെങ്കിൽ റെഡ് അലർട്ട്. ഓക്കെ, ഇനി ആ സെന്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് വെച്ച് വെക്കുക. വൈറ്റ് അലർട്ട് ആണെങ്കിൽ 2.5 മുതൽ 15.5 മില്ലിമീറ്റർ വരെ ചാറ്റൽ മഴ സാധാരണ നിലയിലുള്ള മഴയായി കരുതാം. ഗ്രീൻ അലർട്ട് 15.6 മുതൽ 64.4 മില്ലിമീറ്റർ വരെ മിതമായ മഴ, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. യെല്ലോ അലർട്ട് 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ, 64.5 തൊട്ട് 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയാണ്. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം, ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ഓറഞ്ച് അലർട്ട് 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ, അതിതീവ്ര ജാഗ്രതാ മുന്നറിയിപ്പ്, സുരക്ഷാ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. റെഡ് അലർട്ട് 204.5 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ അതിതീവ്ര മഴയാണ്. കർശനമായ സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട കാലഘട്ടം. ദുരന്ത സാധ്യത മേഖലകളിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും വേണം. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? മഴ മുന്നറിയിപ്പുകൾ: ശക്തമായ മഴ, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, മേഘസ്ഫോടനം, ഉഷ്ണതരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. ശക്തമായ മഴ, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, മേഘസ്ഫോടനം, ഉഷ്ണതരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്ന ആരാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. മഴ മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുന്നു. 5 എണ്ണമുണ്ട്. വൈറ്റ് അലർട്ട് 2.5 മുതൽ 15.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചാറ്റൽ മഴയാണ്, സാധാരണ നിലയിലുള്ള മഴയായി കരുതാം, പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രീൻ അലർട്ട് 15.6 മുതൽ 64.4 മില്ലിമീറ്റർ വരെ മിതമായ മഴയാണ്, ജാഗ്രത പാലിക്കേണ്ട ആവശ്യം ഇല്ല, മഴയൊക്കെ കാണുക. യെല്ലോ അലർട്ട് 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയാണ്, കാലാവസ്ഥ കരുതലോടെ നിരീക്ഷിക്കണം, മഴ കൂടാൻ സാധ്യതയുണ്ടോ? എന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി യെല്ലോ അലർട്ട് കഴിഞ്ഞ് ഓറഞ്ച് അലർട്ട് 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴയാണ്, അതിതീവ്ര ജാഗ്രത മുന്നറിയിപ്പ് നൽകണം, സുരക്ഷാ തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. റെഡ് അലർട്ട് 204.5 മില്ലിമീറ്ററിന് കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത, അതിതീവ്ര മഴയാണ്, കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം. ദുരന്ത സാധ്യത ഉണ്ടാകുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം. ഇനി ചുഴലിക്കാറ്റ് സംബന്ധിച്ച മുന്നറിയിപ്പാണ്. ആരാണ് നൽകുക? കേന്ദ്ര സർക്കാരാണ് അല്ലെ. ന്യൂനമർദ്ദത്തിൽ നിന്ന് ചുഴലിക്കാറ്റായി പരിണമിക്കുന്ന പ്രക്രിയയെ, അതായത് വേഗതയ്ക്കനുസരിച്ച് 8 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ന്യൂനമർദ്ദത്തിൽ നിന്ന് ചുഴലിക്കാറ്റായി പരിണമിക്കുന്ന പ്രക്രിയയെ അഥവാ കാറ്റിന്റെ വേഗതയ്ക്കനുസരിച്ച് 8 വിഭാഗങ്ങളായി ചുഴലിക്കാറ്റിനെ വേർതിരിച്ചിട്ടുണ്ട്. 8 വിഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുക.
4 ഘട്ടങ്ങളിലായിട്ടാണ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ഓക്കെ. ഇതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. 4 ഘട്ടങ്ങളിലായിട്ടാണ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. അപ്പോൾ ആദ്യം നമുക്ക് 8 വിഭാഗങ്ങൾ നമുക്ക് നോക്കാം. 8 തരത്തിലുള്ള ചുഴലിക്കാറ്റുണ്ട്. ഓക്കെ. ന്യൂനമർദ്ദം അല്ലെങ്കിൽ അവയുടെ വേഗതയ്ക്കനുസരിച്ച് 8ആയി വേർതിരിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നതെങ്കിൽ അത് ന്യൂനമർദ്ദമാണ്. അന്തരീക്ഷമർദ്ദം കുറഞ്ഞ മേഖലയിലാണ് വീശുക. അന്തരീക്ഷമർദ്ദം കുറഞ്ഞ മേഖലയിൽ വീശുന്നു. മണിക്കൂറിൽ 31 കിലോമീറ്റർ വരെയാണ് വേഗത. ഇനി അതിശക്ത ന്യൂനമർദ്ദം. ന്യൂനമർദ്ദമാണെങ്കിൽ മണിക്കൂറിൽ 31 കിലോമീറ്റർ വരെ വേഗത. അതിശക്ത ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 കിലോമീറ്റർ മുതൽ 49 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ്. അതിശക്ത ന്യൂനമർദ്ദം. ഓക്കെ. അതിശക്തം കഴിഞ്ഞിട്ട് നമ്മൾ മഴ പറഞ്ഞപ്പോൾ അതിശക്തം കഴിഞ്ഞിട്ട് തീവ്രം പറഞ്ഞു അല്ലേ? യെസ്, അതെടുക്കുക. മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? തീവ്ര ന്യൂനമർദ്ദം. മണിക്കൂറിൽ 50 മുതൽ 61 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നു. ഓക്കെ. അത് ഇത് 8 പഠിക്കുക, എന്നിട്ട് അതിൻ്റെ സബായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാമേ. ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 കിലോമീറ്റർ വരെ വേഗത. അതിശക്ത ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 തൊട്ട് 49 കിലോമീറ്റർ വരെ വേഗത. തീവ്ര ന്യൂനമർദ്ദം 50 മുതൽ 61 കിലോമീറ്റർ വരെ വേഗത. ഇനി നാലാമത്തെ എന്തായിരിക്കും? ചുഴലിക്കാറ്റ്. അവിടെയാണ് ചുഴലിക്കാറ്റ് എത്തുക. മണിക്കൂറിൽ 62 മുതൽ 88 കിലോമീറ്റർ വരെ വേഗത. ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 62 മുതൽ 88 കിലോമീറ്റർ വരെ വേഗത. അടുത്ത ശക്തമായ ചുഴലിക്കാറ്റ്. ശക്തമായ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് നാലാമത്തെ കാറ്റഗറി. അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 89 മുതൽ 117 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നു. ഇനി ശക്തം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിശക്തം അല്ലെ? ശക്തം കഴിഞ്ഞാൽ അതിശക്തം. അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 118 മുതൽ 166 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്നു. ഇനി അതിശക്തം കഴിഞ്ഞാൽ എന്താ? അതിതീവ്രം. അതിതീവ്രം ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 167 മുതൽ 221 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്നു. ഇനി സൂപ്പർ സൈക്ലോൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ? സൂപ്പർ സൈക്ലോൺ അഥവാ സൂപ്പർ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 221 കിലോമീറ്ററേക്കാൾ എത്ര വേഗതയിലാണെങ്കിലും അത് സൂപ്പർ ചുഴലിക്കാറ്റാണ്. ഓക്കെ. അപ്പോൾ 8 കാറ്റഗറി നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ന്യൂനമർദ്ദം. ഓക്കെ. 2 അതിശക്ത ന്യൂനമർദ്ദം. അടുത്ത് തീവ്ര ന്യൂനമർദ്ദം. നാലാമതായി ചുഴലിക്കാറ്റ്, പിന്നെ ശക്തമായ ചുഴലിക്കാറ്റ്, അതിശക്തമായ ചുഴലിക്കാറ്റ്, അതിതീവ്ര ചുഴലിക്കാറ്റ്, സൂപ്പർ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് നാലാമത്തത്. അഞ്ചാമത്തത് ശക്തമായ ചുഴലിക്കാറ്റ്. ആറാമത്തത് അതിശക്തമായ ചുഴലിക്കാറ്റ്. ഏഴാമത്തത് അതിതീവ്ര ചുഴലിക്കാറ്റ്. എട്ടാമത്തത് സൂപ്പർ ചുഴലിക്കാറ്റ്. ന്യൂനമർദ്ദം, പിന്നെ ശക്തമായ ന്യൂനമർദ്ദം അല്ലെ? അതിശക്തമായ ന്യൂനമർദ്ദം, തീവ്ര ന്യൂനമർദ്ദം. ന്യൂനമർദ്ദം രണ്ടാമത്തത് അതിശക്ത ന്യൂനമർദ്ദം. 3 തീവ്ര ന്യൂനമർദ്ദം. 4 ചുഴലിക്കാറ്റ്. 5 ശക്തമായ ചുഴലിക്കാറ്റ്. ആറാമത്തത് അതിശക്തമായ ചുഴലിക്കാറ്റ്. ഏഴാമത്തത് അതിതീവ്ര ചുഴലിക്കാറ്റ്. എട്ടാമത്തത് സൂപ്പർ ചുഴലിക്കാറ്റ്. 8 കാറ്റഗറി നമുക്ക് പൂർണ്ണമായിട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്തുറപ്പിക്കാം, പഠിച്ചുറപ്പിക്കാം, എന്നിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ന്യൂനമർദ്ദത്തിൽ നിന്ന് ചുഴലിക്കാറ്റായി പരിണമിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ അവയുടെ വേഗതയ്ക്കനുസരിച്ച് 8 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 4 ഘട്ടങ്ങളിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുക കേട്ടോ. നോക്കാം. ആദ്യം നമ്മൾ ആ 8 വിഭാഗങ്ങൾ പഠിക്കുന്നു. ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശുക. അന്തരീക്ഷമർദ്ദം കുറഞ്ഞ മേഖലയിലാണ് കാറ്റ്, നമുക്ക് അങ്ങനെ ഫീൽ ഒന്നും ചെയ്യത്തില്ല. 55 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റ് നമുക്കധികം ഫീൽ ചെയ്യില്ല എന്നർത്ഥം. അതിശക്തമായ ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 മുതൽ 49 കിലോമീറ്റർ വരെ വേഗത. ദീർഘവൃത്താകൃതിയിൽ ചുഴൽ രൂപത്തിൽ വീശുന്നു, പക്ഷെ നമുക്കത് എഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. ദീർഘവൃത്താകൃതിയിൽ ചുഴൽ രൂപത്തിൽ വീശുന്നു. ഇനി തീവ്ര ന്യൂനമർദ്ദം മണിക്കൂറിൽ 50 മുതൽ 61 കിലോമീറ്റർ വരെ വേഗത ചുഴലി രൂപത്തിൽ വീശുന്നു. മണിക്കൂറിൽ 50 മുതൽ 61 കിലോമീറ്റർ വരെ വേഗത ചുഴലി രൂപത്തിൽ വീശുന്നു. 4 ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 62 മുതൽ 88 കിലോമീറ്റർ വരെ വേഗത ചുഴലി രൂപത്തിൽ വീശുന്നു. അപ്പോഴാണ് ചുഴലിക്കാറ്റായത് അല്ലെ? അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 89 മുതൽ 117 കിലോമീറ്റർ വരെ വേഗത ചുഴലി രൂപത്തിൽ തന്നെ വീശുന്നു. അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 118 മുതൽ 166 കിലോമീറ്റർ വരെ വേഗത ദീർഘവൃത്താകൃതിയിൽ ചുഴൽ രൂപത്തിൽ വീശുന്നു. ഇനി 7 അതിതീവ്ര ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 167 മുതൽ 221 കിലോമീറ്റർ വരെ വേഗത ചുഴൽ രൂപത്തിൽ വീശുന്നു. സൂപ്പർ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 221 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ ചുഴലി രൂപത്തിലാണ് വീശുക. ഇനി നമുക്ക് മുന്നറിയിപ്പുകളിലേക്ക് പോകാം. 4 ഘട്ടമായിട്ടാണ് മുന്നറിയിപ്പ് അല്ലേ?
ഒന്നാം ഘട്ടം വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റിനെ ഒന്ന് ശ്രദ്ധിക്കുക. ചുഴലിക്കാറ്റ് ശ്രദ്ധ. അതിശക്ത ന്യൂനമർദ്ദം, അതിശക്ത ന്യൂനമർദ്ദം മൂന്നാമത്തെ കാറ്റഗറി അല്ലെ. അതിശക്ത ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് ഒന്നാം ഘട്ടത്തിൽ പറയുക. അതിശക്ത ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. പരാമർശിക്കുന്ന ബുള്ളറ്റിൻ ഒന്നാം ഘട്ട ബുള്ളറ്റിൻ. അടുത്ത 72 മണിക്കൂർ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളാണ് ഇതിൽ പരാമർശിക്കുക. അതിശക്ത ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ഇത് പ്രഖ്യാപിക്കും. അടുത്ത 72 മണിക്കൂർ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്നതിന് 48 മണിക്കൂർ മുൻപ് ആദ്യഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നു. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം തീരപ്രദേശത്ത് എത്തുന്നതിന് 48 മണിക്കൂർ മുൻപ് ആദ്യഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. 72 മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുക. ആദ്യഘട്ട ബുള്ളറ്റിനിൽ കടൽ മേഖലകൾ പരാമർശിച്ചാൽ ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ആ പ്രദേശത്തേക്ക് പോകരുത്. കാരണം കടലിലാണ് കിടക്കുക. തീരപ്രദേശത്ത് എത്തുന്നതിന് 48 മണിക്കൂർ മുമ്പാണ് ഒന്നാം ഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നത്. അതിൻ്റെ അർത്ഥം കാറ്റിപ്പ് കടലിലാണ്. ആ പ്രദേശത്ത് കടൽ മേഖലകൾ പരാമർശിച്ചാൽ ആ പ്രദേശത്ത് മത്സ്യബന്ധന തൊഴിലാളികൾ എന്ത് ചെയ്യാൻ പാടില്ല? മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. ഒന്നാം ഘട്ടം. അപ്പോൾ ഒന്നാം ഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് ശ്രദ്ധയെന്നാണ്. അതിശക്ത ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് പരാമർശിക്കുന്ന ബുള്ളറ്റിൻ ഒന്നാം ഘട്ട ബുള്ളറ്റിൻ എന്നറിയപ്പെടുന്നു. അടുത്ത 72 മണിക്കൂർ കൈക്കൊള്ളേണ്ട നടപടികളാണ് ഒന്നാം ഘട്ടത്തിൽ നിർദ്ദേശിക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാകാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്നതിന് അല്ലെങ്കിൽ തീരദേശം തൊടുന്നതിന് മുമ്പ് 48 മണിക്കൂർ മുമ്പ് എന്ത് ചെയ്യും? ഒന്നാം ഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. ആദ്യഘട്ട ബുള്ളറ്റിനിൽ കടൽ മേഖലകൾ പരാമർശിച്ചാൽ ആ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യാൻ പാടില്ല? മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് നിർദ്ദേശം നൽകും. ഇനി രണ്ടാം ഘട്ടം വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് ജാഗ്രത. ആദ്യഘട്ടം എന്താ? ചുഴലിക്കാറ്റ് ശ്രദ്ധ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ചുഴലിക്കാറ്റ് ജാഗ്രത, ചെറുതായിട്ടൊന്ന് പേടിക്കണം. ചുഴലിക്കാറ്റ് ജാഗ്രത. ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയും മേൽ സ്വീകരിക്കേണ്ട നടപടികളും ഉൾക്കൊള്ളുന്നതാണ് ഈ ബുള്ളറ്റിൻ. ഇവിടെയും അടുത്ത 72 മണിക്കൂർ സംബന്ധിച്ച അവലോകനവും ബുള്ളറ്റിനിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 48 മണിക്കൂർ മുൻപേ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. തീരപ്രദേശത്ത് കാറ്റെത്തുന്നതിന് 48 മണിക്കൂർ മുമ്പ് ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. കാറ്റിന്റെ തീവ്രത വിലയിരുത്തി പൊതുജനങ്ങളെ ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കാറ്റിന്റെ തീവ്രത വിലയിരുത്തും, എത്ര വേഗത്തിലാണ് വരുന്നത്, അത് വിലയിരുത്തി പൊതുജനങ്ങളെ ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകും. കാരണം കാറ്റ് കരയിലേക്കാണ് വീശുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകും. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്താണ്? രണ്ടാം ഘട്ടം വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് ജാഗ്രത. ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയും മേൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ബുള്ളറ്റിൻ. അടുത്ത 72 മണിക്കൂർ സംബന്ധിച്ച അവലോകനവും ഈ ബുള്ളറ്റിനിൽ ഉൾക്കൊള്ളിക്കും. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 48 മണിക്കൂർ മുൻപേ എന്ത് ചെയ്യും? ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. കാറ്റിന്റെ തീവ്രത വിലയിരുത്തി പൊതുജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഏത് ഘട്ടത്തിൽ തന്നെ? ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. പിന്നെ നമ്മൾ എന്ത് പറയും? മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് എന്ത് ചെയ്യും? കർശനമായ നിർദ്ദേശം നൽകും. ക്ലിയർ ആണ്? ഇനി നമ്മൾ പറയുന്നു മൂന്നാം ഘട്ടം വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റായി മാറിയ വിവരം പരാമർശിക്കുന്നത് മൂന്നാം ഘട്ട ബുള്ളറ്റിനിലാണ്. ചുഴലിക്കാറ്റായി മാറിയ വിവരം പരാമർശിക്കുന്നത് മൂന്നാം ഘട്ട ബുള്ളറ്റിനിലാണ്. അതായത് കാറ്റിന്റെ വേഗത എത്രയായിട്ട് മാറിയെന്ന് അവിടെ പറയുന്നേ. ചുഴലിക്കാറ്റായി മാറുമ്പോൾ എത്ര വേഗതയിലായിരിക്കും കാറ്റ് വീശുക? മണിക്കൂറിൽ 62 മുതൽ 88 വരെ. നിങ്ങൾ പറഞ്ഞു 55 കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് നമുക്ക് അധികം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ വേഗത കൂടിയാൽ അത് പ്രശ്നമാണ് അല്ലേ? 62 മുതൽ 88 കിലോമീറ്റർ ഒരു വേഗതയുള്ളതാണ് എന്ത്? ചുഴലിക്കാറ്റിന്റെ ആദ്യഘട്ടം. അപ്പോൾ മൂന്നാം ഘട്ടം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ആദ്യത്തെ ചുഴലിക്കാറ്റ് ശ്രദ്ധ, 2 ചുഴലിക്കാറ്റ് ജാഗ്രത, മൂന്നാമത്തത് എന്താണ്? ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റായി മാറിയ വിവരം പരാമർശിക്കുന്നു. അതായത് വേഗത എത്രയിൽ കൂടി? 62-ൽ കൂടിയിട്ടുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പ്രഭവം ഉണ്ടാവാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത്
കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്നതിന് 24 മണിക്കൂർ മുൻപ് മൂന്നാം ഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. മൂന്നാം ഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നത് കാറ്റ് തീരദേശത്ത് എത്തുന്നതിന് 24 മണിക്കൂർ മുമ്പ്. നിലവിലെ തീവ്രത എത്രയാണ്, അതായത് എത്ര വേഗതയിലാണ് കാറ്റ് വീശുക, നിലവിൽ ആ കാറ്റ് എവിടെ എത്തി, ചുഴലിക്കാറ്റിൻ എവിടെയാണ് എപ്പോൾ ഏകദേശം തീരത്തെത്തും എന്നിവ ഈ മൂന്നാം ഘട്ട ബുള്ളറ്റിനിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. പ്രഭവ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ മഴയുടെ തീവ്രത, സ്വാഭാവികമായിട്ട് ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ചുഴലിക്കാറ്റുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മഴയുണ്ടാകും അല്ലെ. മഴയുടെ തീവ്രത എന്താണ്, ആ മഴയുടെ തീവ്രത കാരണം കടലാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അത് കാറ്റിന്റെ വേഗത എന്താണ് എന്നിവ വിവരങ്ങൾ എന്ത് ചെയ്യും അടങ്ങിയിട്ടുണ്ടാവും മൂന്നാം ഘട്ടത്തിലും. ഈ മൂന്നാം ഘട്ടത്തിലും അടുത്ത 72 മണിക്കൂർ എന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുക. അടുത്ത 72 മണിക്കൂർ എന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശം കൂടെ അതിനകത്ത് കൃത്യമായി പരാമർശിച്ചിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ മൂന്നാം ഘട്ടം വിശേഷിപ്പിക്കുന്ന ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റായി മാറിയ വിവരം പരാമർശിക്കുന്നത് മൂന്നാം ഘട്ട ബുള്ളറ്റിനിൽ. പ്രഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് കാലാവസ്ഥ പ്രക്ഷുബ്ധം ആകുന്നതിന് 24 മണിക്കൂർ മുൻപ് മൂന്നാം ഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. നിലവിലെ തീവ്രത, നിലവിലെ കാറ്റെത്തിയ സ്ഥലം, ചുഴലിക്കാറ്റ് എവിടെ, എപ്പോൾ തീരമണയും എന്നീ വിവരങ്ങൾ മൂന്നാം ഘട്ട ബുള്ളറ്റിനിലാണ് ഉൾക്കൊള്ളിക്കുക. പ്രഭവ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ മഴയുടെ തീവ്രത, തീര ശോഷണ സാധ്യതയുള്ള പ്രദേശങ്ങൾ, കാറ്റിന്റെ സഞ്ചാരപാത, വേഗത എന്നിവയുടെ വിവരങ്ങളും അടങ്ങിയിരിക്കും. അടുത്ത 72 മണിക്കൂർ സംബന്ധിച്ച അവലോകനവും മൂന്നാം ഘട്ട റിപ്പോർട്ടിൽ ഉണ്ടാവും, മൂന്നാം ഘട്ട മുന്നറിയിപ്പിൽ ഉണ്ടാകും. ഓക്കെ അല്ലേ? ഇനി പറയുന്നു നാലാം ഘട്ടം. ചുഴലിക്കാറ്റ് തീരമടഞ്ഞ ശേഷമുള്ള വിശകലനം അടങ്ങിയ ബുള്ളറ്റിൻ. തീരപ്രദേശത്തെത്തി, തീരപ്രദേശത്തിന് 24 മണിക്കൂർ മുമ്പാണ് മൂന്നാം ഘട്ടം, 48 മണിക്കൂർ മുമ്പാണ് രണ്ടാം ഘട്ടം. ഓക്കെ. അപ്പോൾ നാലാം ഘട്ടം എന്ന് പറയുന്നത് തീരദേശത്തെത്തി. ഓക്കെ, തീരദേശത്തെത്തി ഉടൻ തന്നെ മഴയുണ്ടാവാം, കടലാക്രമണം ഒക്കെ ഉണ്ടാവാം. ചുഴലിക്കാറ്റ് തീരമടഞ്ഞ ശേഷമുള്ള വിശകലനം അടങ്ങിയ ബുള്ളറ്റിൻ. തീരമണയാൻ 12 മണിക്കൂർ ശേഷിക്കെ ഈ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. ഓക്കെ, ചുഴലിക്കാറ്റ് എപ്പോൾ എവിടെ എത്തും എന്ന് ഏകദേശം കൃത്യമായിട്ടുള്ള ഐഡിയ അവിടെ ലഭിക്കും. തീരമണഞ്ഞ ശേഷം സഞ്ചരിക്കാൻ സാധ്യതയുള്ള പ്രദേശം എന്നിവ അടങ്ങുന്നു. മത്സ്യത്തൊഴിലാളികൾക്കും മാധ്യമങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമുള്ള കടൽസ്ഥിതി കാലാവസ്ഥാ മുന്നറിയിപ്പ് നാലാം ഘട്ട ബുള്ളറ്റിനിലാണ് ഉണ്ടാവുക. മത്സ്യബന്ധനത്തിന് തൊഴിലാളികളെ പോകാൻ അനുവദിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകും. ദുരന്ത പ്രതികരണ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ഈ നാലാം ഘട്ടത്തിലാണ്. ഓർമ്മിച്ചേക്കാമോ? അപ്പം നാലാം ഘട്ടം ചുഴലിക്കാറ്റ് തീരമടഞ്ഞ ശേഷമുള്ള വിശകലനം അടങ്ങിയ ബുള്ളറ്റിൻ. തീരമണയാൻ 12 മണിക്കൂർ ശേഷിക്കെ ഈ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നു. ചുഴലിക്കാറ്റ് എപ്പോൾ എവിടെ തീരമണയും, തീരമണഞ്ഞ ശേഷം സഞ്ചരിക്കാൻ സാധ്യതയുള്ള പ്രദേശം എന്നിവ നാലാം ഘട്ട ബുള്ളറ്റിൻ ഉൾക്കൊള്ളിക്കും. മത്സ്യത്തൊഴിലാളികൾക്കും മാധ്യമങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള കടൽസ്ഥിതി കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നു. മത്സ്യബന്ധനത്തിന് തൊഴിലാളികളെ പോകാൻ അനുവദിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകും. ദുരന്ത പ്രതികരണ നടപടികൾ സ്വീകരിക്കാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തേണ്ടതും ഏത് ഘട്ടത്തിലാണ്? ഈ ഘട്ടത്തിൽ തന്നെയാണ്. അപ്പൊ 4 ഘട്ടങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുക. അപ്പൊ നമ്മളിവിടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പഠിച്ചു. തുടർന്ന് മഴ മുന്നറിയിപ്പും അതിനുശേഷം ചുഴലിക്കാറ്റ് സംബന്ധിച്ച മുന്നറിയിപ്പും പഠിച്ചു. ചുഴലിക്കാറ്റ് സംബന്ധിച്ച മുന്നറിയിപ്പ് ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ചുഴലിക്കാറ്റ് സംബന്ധിച്ച മുന്നറിയിപ്പ്. ന്യൂനമർദ്ദത്തിൽ നിന്ന് ചുഴലിക്കാറ്റായി പരിണമിക്കുന്ന പ്രക്രിയയെ അഥവാ വേഗതയ്ക്കനുസരിച്ച് കാറ്റിനെ 8 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 4 പ്രത്യേക ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. ആദ്യം 8 വിഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം അല്ലെ. ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക. അന്തരീക്ഷമർദ്ദം കുറഞ്ഞ മേഖലയിലാണ് കാറ്റ് വീശുന്നത്. 2 അതിശക്ത ന്യൂനമർദ്ദം മണിക്കൂറിൽ 30 മുതൽ 49 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് സഞ്ചരിക്കുന്നു. ദീർഘവൃത്താകൃതിയിൽ ചുഴലി രൂപത്തിൽ വീശുന്നു. 3 തീവ്ര ന്യൂനമർദ്ദം മണിക്കൂറിൽ 50 മുതൽ 61 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്നു. ചുഴലി രൂപത്തിലാണ് വീശിയടിക്കുക. അടുത്ത് പറയുന്നു 4ാമത്തെ ഘട്ടം ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 62 മുതൽ 88 കിലോമീറ്റർ വരെ വേഗതയിൽ ചുഴലി രൂപത്തിൽ വീശുന്നു. 5 അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 89 മുതൽ 117 കിലോമീറ്റർ വരെ അതിശക്തമായി വീശിയടിക്കുന്നു. ചുഴലി രൂപത്തിൽ വീശുന്നു. അടുത്ത 6ാമതായി പറയുന്നു അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 118 മുതൽ 166 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്നു. അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 118 മുതൽ 166 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്നു.
ദീർഘവൃത്താകൃതിയിൽ ചുഴലിരൂപത്തിലാണ് വീശുക. അതിതീവ്ര ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 167 മുതൽ 221 കിലോമീറ്റർ വരെ വേഗതയിൽ ചുഴലിരൂപത്തിൽ വീശുന്നു. സൂപ്പർ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 221 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ വീശുന്നു. ചുഴലിരൂപത്തിലാണ് വീശിയടിക്കുക. ഒന്നാം ഘട്ട ബുള്ളറ്റിൻ വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് ശ്രദ്ധ. അതിശക്ത ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് ഇവിടെ പരിശോധിക്കുന്നത്. പരാമർശിക്കുന്ന ബുള്ളറ്റിൻ ഒന്നാം ഘട്ട ബുള്ളറ്റിൻ അടുത്ത 72 മണിക്കൂർ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കും. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാവാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്നതിന് 48 മണിക്കൂർ മുൻപ് ആദ്യഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. ആദ്യഘട്ട ബുള്ളറ്റിനിൽ കടൽ മേഖലകൾ പരാമർശിച്ചാൽ ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നരുത് എന്ന് നിർദ്ദേശം നൽകേണ്ടതാണ്. രണ്ടാം ഘട്ടം വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് ശ്രദ്ധ. ചുഴലിക്കാറ്റ് ജാഗ്രത. ഒന്നാം ഘട്ടം ചുഴലിക്കാറ്റ് ശ്രദ്ധ, രണ്ടാം ഘട്ടം ചുഴലിക്കാറ്റ് ജാഗ്രത. ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയും മേൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ബുള്ളറ്റിൻ. അടുത്ത 72 മണിക്കൂർ സംബന്ധിച്ച അവലോകനവും ഈ ബുള്ളറ്റിനിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 48 മണിക്കൂർ മുൻപേ മുന്നറിയിപ്പ് നൽകും. കാറ്റിന്റെ തീവ്രത വിലയിരുത്തി പൊതുജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് രണ്ടാം ഘട്ട ബുള്ളറ്റിനിലാണ്. മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകും. മൂന്നാം ഘട്ടം വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റായി മാറിയ വിവരം പരാമർശിക്കുന്നത് മൂന്നാം ഘട്ട ബുള്ളറ്റിനിലാണ്. പ്രഭവം ഉണ്ടാവാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്നതിന് 24 മണിക്കൂർ മുൻപ് മൂന്നാം ഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. നിലവിലെ തീവ്രത എന്താണ്, നിലവിലെ കാറ്റെത്തിയ സ്ഥലം എവിടെയാണ്, ചുഴലിക്കാറ്റ് എപ്പോൾ എവിടെ തീരമണയും എന്നീ വിവരങ്ങൾ മൂന്നാം ഘട്ട ബുള്ളറ്റിനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. പ്രഭവ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ മഴയുടെ തീവ്രത എന്താണ്, തീരശോഷണ സാധ്യതയുള്ള തീരങ്ങൾ ഏതൊക്കെയാണ്, അതായത് കടലാക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ള തീരങ്ങൾ ഏതൊക്കെയാണ്, കാറ്റിന്റെ സഞ്ചാരപാത എന്താണ്, വേഗത എന്നിവയുടെ വിവരങ്ങൾ അടങ്ങിയിരിക്കും. അടുത്ത 72 മണിക്കൂറിലെ അവലോകനം ഉണ്ടാകും. നാലാം ഘട്ടം ചുഴലിക്കാറ്റ് തീരമടഞ്ഞ ശേഷമുള്ള വിശകലനം അടങ്ങിയ ബുള്ളറ്റിൻ. തീരമണയാൻ 12 മണിക്കൂർ ശേഷിക്കെ ഈ ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുന്നു. ചുഴലിക്കാറ്റ് എപ്പോൾ എവിടെ തീരമണയും എന്ന് കൃത്യമായി നിർദ്ദേശം നൽകുന്നു. തീരമണഞ്ഞ ശേഷം സഞ്ചരിക്കാൻ സാധ്യതയുള്ള പ്രദേശവും നാലാം ഘട്ട ബുള്ളറ്റിനിലാണ് ഉൾക്കൊള്ളിക്കുക. മത്സ്യത്തൊഴിലാളികൾക്കും മാധ്യമങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള കടൽസ്ഥിതി കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകുന്നു. മത്സ്യബന്ധനത്തിന് തൊഴിലാളികളെ പോകാൻ അനുവദിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ദുരന്ത പ്രതികരണ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തേണ്ടത് ഈ ഘട്ടത്തിൽ തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പഠിച്ചു. കൂടാതെ എന്ത് പഠിച്ചു? മഴ മുന്നറിയിപ്പും കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ കുറിച്ചും പഠിച്ചു. ഒന്ന് പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്താലോ? റിവിഷൻ ചെയ്ത് അവസാനിക്കാം. റിവിഷനാണ് നമുക്ക് ഏറെ വേണ്ടത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 25 മുതൽ 34 വരെ. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ 4ാമത്തെ അധ്യായത്തിലാണ് പരാമർശിക്കുക. കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ചത് 2016 മാർച്ച് 15-ന്. മാർച്ച് 5-ാം തീയതി 25ാമത്തെ വകുപ്പിലെ ഉപവിഭാഗമായ 1-ൽ വകുപ്പ് 25/1-ലാണ് പരാമർശിക്കുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടെയായ ജില്ലാ കളക്ടറായിരിക്കും. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ജില്ലാ കളക്ടറുടെ ചുമതല ദുരന്തമുഖത്ത് ജില്ലാതലത്തിൽ പ്രവർത്തിക്കുവാൻ പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, പബ്ലിക് റിലേഷൻസ്, വനം, പൊതുമരാമത്ത് വകുപ്പുകളെ ഏകോപിപ്പിക്കുക. സംസ്ഥാന തലത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കേണ്ടത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ പ്രാദേശിക നിയമസഭാ അംഗങ്ങൾ എത്ര പേരുണ്ട് അതെല്ലാവരും ആ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഉൾപ്പെടും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ. കാലവർഷ തുലാവർഷ തയ്യാറെടുപ്പുകളുടെ അവലോകനത്തിനായി ജൂൺ 1-ന് മുമ്പ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ദുരന്തമുണ്ടായാൽ ജില്ലാതലത്തിൽ കൺട്രോൾ റൂം സ്ഥാപിക്കുന്നു. വൈദ്യസഹായം ഏകോപിപ്പിക്കുന്നു. പകർച്ചവ്യാധി തടയുന്നതിനുള്ള പ്രവർത്തനം നടത്തുന്നു. ശരിയായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങളുമായി നിരന്തരം ഇടപഴകുന്നു. ദുരന്ത മുന്നറിയിപ്പ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശം എന്നിവ എത്തിക്കുന്നത് ജില്ലാ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി കളക്ടർ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടെയായ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കും. ദുരന്ത നിവാരണം തദ്ദേശീയ തലത്തിൽ പരാമർശിക്കുന്നത് 2005-ലെ ദുരന്ത നിവാരണ നിയമത്തിലെ 41-ാമത്തെ വകുപ്പിലും 6-ാമത്തെ അധ്യായത്തിലും. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കുറ്റവും ശിക്ഷയും പിഴയും പരാമർശിക്കുന്നത് 2005-ലെ ദുരന്ത നിവാരണ നിയമത്തിലെ 10-ാമത്തെ അധ്യായം വകുപ്പ് 55 മുതൽ 60 വരെയും. മഴ മുന്നറിയിപ്പുകൾ. ശക്തമായ മഴ, ചുഴലിക്കാറ്റ്, ഇടിമിന്നൽ, മേഘസ്ഫോടനം, ഉഷ്ണതരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. ആദ്യം മഴ മുന്നറിയിപ്പ്. വൈറ്റ് അലർട്ട് 2.5 മുതൽ 15.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യുകയാണെങ്കിൽ വൈറ്റ് അലർട്ട് ആയിരിക്കും.
ചാറ്റൽ മഴയാണ് സാധാരണ നിലയിലുള്ള മഴ. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. 2 ഗ്രീൻ അലർട്ട് 15.6 മുതൽ 64.4 മില്ലിമീറ്റർ വരെ. 15.6 മുതൽ 64.4 മില്ലിമീറ്റർ വരെ മിതമായ മഴയാണ്. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. മഴയൊക്കെ കാണുക. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് മൈൻഡേ ചെയ്യേണ്ട. യെല്ലോ അലർട്ട് 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയാണ്. കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം. ഇനി മഴ കൂടാൻ സാധ്യതയുണ്ടെന്ന് പരിശോധിക്കണം. എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഓറഞ്ച് അലർട്ട് 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴയാണ്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. സുരക്ഷാ തയ്യാറെടുപ്പ് തുടങ്ങണം. ഇനിയും മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകണം. അത്യാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ കയ്യിലെടുക്കുക. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറിപ്പോകേണ്ടി വരും എന്നൊക്കെയുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരണം ചെയ്യണം. റെഡ് അലർട്ട് 204.5 മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ അതിതീവ്ര മഴയാണ്. കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട കാലഘട്ടം. ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്ന് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ സെല്ലോ ഡേറ്റ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭൂപ്രദേശത്ത് ജനങ്ങൾ എന്ത് ചെയ്യണം? ഒഴിപ്പിക്കണം. ഓക്കെ. ചുഴലിക്കാറ്റ് സംബന്ധിച്ച മുന്നറിയിപ്പ്. ന്യൂനമർദ്ദങ്ങളിൽ നിന്ന് ചുഴലിക്കാറ്റായി പരിണമിക്കുന്ന പ്രക്രിയയെ അഥവാ വേഗതയ്ക്കനുസരിച്ച് 8 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. 4 ഘട്ടങ്ങളായിട്ടാണ് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 കിലോമീറ്റർ വേഗതയിലാണ് ന്യൂനമർദ്ദം ഉണ്ടാവുക. അന്തരീക്ഷമർദ്ദം കുറഞ്ഞ മേഖലയിൽ വീശുന്നു. 2 അതിശക്ത ന്യൂനമർദ്ദം മണിക്കൂറിൽ 31 മുതൽ 49 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും. ദീർഘവൃത്താകൃതിയിൽ ചുഴലി രൂപത്തിലാണ് കാറ്റ് വീശുന്നത്. തീവ്ര ന്യൂനമർദ്ദം മണിക്കൂറിൽ 50 മുതൽ 61 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നു. ചുഴലി രൂപത്തിലാണ് വീശുക. 4 ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 62 മുതൽ 82 കിലോമീറ്റർ വരെ വേഗതയിൽ ചുഴലിക്കാറ്റ് വീശുന്നു. ശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 89 മുതൽ 117 കിലോമീറ്റർ വരെ വേഗതയിൽ ചുഴലി രൂപത്തിലാണ് വീശുക. അതിശക്തമായ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 118 മുതൽ 166 കിലോമീറ്റർ വേഗതയിൽ 118 മുതൽ 166 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നു. ദീർഘവൃത്താകൃതിയിൽ ചുഴലി രൂപത്തിലാണ് വീശുക. അതിതീവ്ര ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 167 മുതൽ 221 കിലോമീറ്റർ വേഗതയിൽ ചുഴലി രൂപത്തിൽ വീശുന്നു. സൂപ്പർ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 221 കിലോമീറ്ററിനേക്കാൾ വേഗതയിൽ കാറ്റ് വീശുകയാണെങ്കിൽ അതിനെ സൂപ്പർ ചുഴലിക്കാറ്റ് എന്ന് പറയാം. മുന്നറിയിപ്പ് നൽകുന്നത് 4 ബുള്ളറ്റിനിലാണ്. 1-ാം ഘട്ട ബുള്ളറ്റിൻ വിശേഷിപ്പിക്കുന്ന ചുഴലിക്കാറ്റ് ശ്രദ്ധ. അതിശക്ത ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയാണ് പരാമർശിക്കുന്നത്. അടുത്ത 72 മണിക്കൂർ കൈക്കൊള്ളേണ്ട നടപടിക്രമങ്ങൾ വിശദീകരിക്കും. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം ഉണ്ടാവാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്നതിന് 48 മണിക്കൂർ മുൻപ് ആദ്യഘട്ട ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. ആദ്യഘട്ട ബുള്ളറ്റിനിൽ കടൽ മേഖലകൾ പരാമർശിച്ചാൽ ആ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് നിർദ്ദേശം നൽകേണ്ടതാണ്. 2-ാം ഘട്ടം ചുഴലിക്കാറ്റ് ജാഗ്രത. ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയും മേൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ബുള്ളറ്റിൻ. അടുത്ത 72 മണിക്കൂർ സംബന്ധിച്ച അവലോകനവും ഈ ബുള്ളറ്റിനിൽ ഉൾക്കൊള്ളിച്ചിരിക്കും. കാലാവസ്ഥ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 48 മണിക്കൂർ മുൻപേ മുന്നറിയിപ്പ് നൽകും. അതിനുവേണ്ടിയുള്ള ബുള്ളറ്റിൻ പുറപ്പെടുവിക്കും. കാറ്റിന്റെ തീവ്രത വിലയിരുത്തി പൊതുജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. 3-ാം ഘട്ടം വിശേഷിപ്പിക്കുന്നത് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ആദ്യം ചുഴലിക്കാറ്റ് ശ്രദ്ധ, 2 ചുഴലിക്കാറ്റ് ജാഗ്രത, 3 ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റായി മാറിയ വിവരമാണ് 3-ാം ഘട്ട ബുള്ളറ്റിനിൽ പരാമർശിക്കുക. പ്രഭവം ഉണ്ടാവാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് കാലാവസ്ഥ പ്രക്ഷുബ്ധമാവുന്നതിന് 24 മണിക്കൂർ മുൻപ് 3-ാം ഘട്ടം, 48 മണിക്കൂർ മുമ്പ് 2-ാം ഘട്ടം, 24 മണിക്കൂറിന് മുമ്പ് 3-ാം ഘട്ടം. നിലവിലെ തീവ്രത എന്താണ്? നിലവിൽ കാറ്റെത്തിയ സ്ഥലം എവിടെയാണ്? ചുഴലിക്കാറ്റ് ഇപ്പോൾ എവിടെ തീരമണയും? എന്നീ വിവരങ്ങൾ ഈ ബുള്ളറ്റിനിൽ അടങ്ങിയിരിക്കും. അടുത്ത 72 മണിക്കൂറിലെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പ്രഭവ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ മഴയുടെ തീവ്രത എന്താണ്? കടലാക്രമണം മൂലം തീരശോഷണം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശം ഏതൊക്കെയാണ്? കാറ്റിന്റെ സഞ്ചാരപാത എന്താണ്? വേഗത എന്താണ്? എന്നിവ 3-ാം ഘട്ട ബുള്ളറ്റിനിൽ ഉണ്ടാവും. 4-ാം ഘട്ടം തീരമണയാൻ 12 മണിക്കൂർ ശേഷിക്കുള്ള ബുള്ളറ്റിനാണ്. ചുഴലിക്കാറ്റ് എപ്പോൾ എവിടെ തീരമണയുമെന്ന് കൃത്യമായ വിവരം ഈ ബുള്ളറ്റിനിൽ നൽകും. മത്സ്യത്തൊഴിലാളികൾക്കും മാധ്യമങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള കടൽ സ്ഥിതി, കാലാവസ്ഥ മുന്നറിയിപ്പ് എന്നിവ ഈ 4-ാം ഘട്ട ബുള്ളറ്റിനിൽ ഉണ്ടാവും. മത്സ്യബന്ധനത്തിന് തൊഴിലാളികൾ പോകാൻ അനുവദിക്കരുതെന്ന് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. ദുരന്ത പ്രതികരണ നടപടികൾ ആരംഭിക്കേണ്ടത് എന്താണ്? 4-ാം ഘട്ടത്തിലുമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് മറ്റ് ചില മുന്നറിയിപ്പുകളുടെ ഉണ്ട്. കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായി വരുന്നത് ഡാമുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളാണ്.
അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ, പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നമ്മൾ പറയും. പിന്നെ കേരളത്തിൽ ശരാശരി മഴ ലഭിക്കുന്നത് ഏത് ജില്ലയിലാണ് എന്ന രീതിയിൽ പറയും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചുറപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? ഇത് കുറച്ച് ദൈർഘ്യമായി പോയി. അടുത്ത ക്ലാസ്സിൽ ഇത്രയും ദൈർഘ്യമൊന്നുമില്ല, ചെറിയൊരു ക്ലാസ് ആയിരിക്കും. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. അത് ഇന്ന് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ തീരില്ല. ദൈർഘ്യമായി പോവും. അരമണിക്കൂർ തൊട്ട് 45 മിനിറ്റ് വരെ മാത്രമേ നിങ്ങൾ ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കത്തുള്ളൂ. 1 മണിക്കൂറായതിനെ പുകഞ്ഞു പോകും. അത്രയും ടഫായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊരു 30 തൊട്ട് 45 മിനിറ്റ് വരെയുള്ള ലെസണുകളായിട്ട് ഈ ക്ലാസ്സുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായി പഠിക്കുക, മുന്നോട്ട് പോവാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.